ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള തിയറം 19 ആണ്. ഓക്കെ, തിയറം 19 പറയുന്നത് എഫ് ഒരു നോൺ സീറോ ലീനിയർ ഫംഗ്ഷണൽ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ നൾ സ്പേസ് എന്തായിരിക്കും? ഒരു ഹൈപ്പർ സ്പേസ് ആയിരിക്കും. ഏത് ലീനിയർ ഫംഗ്ഷണലിന്റെയും നൾ സ്പേസ് ഒരു ഹൈപ്പർ സ്പേസ് ആയിരിക്കും. തിരിച്ചിട്ട് നിങ്ങളൊരു ഹൈപ്പർ സ്പേസ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഒരു ഹൈപ്പർ സ്പേസ് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ലീനിയർ ഫംഗ്ഷനിലെ നൾ സ്പേസ് ആയിരിക്കും. അതായത് നിങ്ങളൊരു ഹൈപ്പർ സ്പേസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ കഴിയും? ഒരു ലീനിയർ ഫംഗ്ഷനൽ എഫ് ഫൈൻഡ് ചെയ്യാൻ കഴിയും. സച്ച് ദാറ്റ് ഈ എഫിന്റെ നൾ സ്പേസ് ആയിരിക്കും. നൾ സ്പേസ് ഓഫ് എഫിനെ ഞാൻ എൻ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ എൻ എഫ് ആയിരിക്കും എന്ത് നമ്മുടെ കയ്യിലുള്ള ഹൈപ്പർ സ്പേസ്. അപ്പോൾ ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറമാണ്. ഒരു ലീനിയർ ഫംഗ്ഷനലിന്റെ നൾ സ്പേസ് ഹൈപ്പർ സ്പേസ് ആയിരിക്കും. തിരിച്ച് ഏത് ഹൈപ്പർ സ്പേസും നിങ്ങൾ ഏതെങ്കിലും ഒരു ലീനിയർ ഫംഗ്ഷനലിന്റെ നൾ സ്പേസ് ആയിരിക്കും. അങ്ങനെയുള്ള ലീനിയർ ഫംഗ്ഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് പറയുന്നത്. സോ ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറാണ്. ഈ തിയറത്തിന്റെ പ്രൂഫിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ഞാൻ ഈ തിയറത്തിന്റെ പ്രൂഫിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലേ, അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണമല്ലോ. അതിൽ ഫസ്റ്റ് പാർട്ട്, ഈ പാർട്ട് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളെ പ്രൂഫിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ എഫ് ബി എ നോൺ സീറോ ലീനിയർ ഫംഗ്ഷനൽ. ഒരു നോൺ സീറോ ലീനിയർ ഫംഗ്ഷനൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ നൾ സ്പേസ് നമുക്ക് എന്താണെന്ന് കാണിക്കാൻ കഴിയും? നൾ സ്പേസ് എൻ എഫ്. എഫിന്റെ നൾ സ്പേസിന് എൻ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹൈപ്പർ സ്പേസ് ആണെന്ന് കാണിക്കാൻ കഴിയും. സോ നമ്മൾ എഫ് ഒരു നോൺ സീറോ ലീനിയർ ഫംഗ്ഷനിലാണെന്ന് എസ്യൂം ചെയ്യാം. നോൺ സീറോ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അത് എല്ലാ എലമെന്റ്സിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു എലമെന്റെങ്കിലും ഉണ്ടാവുമല്ലോ അത് സീറോയിലേക്ക് മാപ്പ് ചെയ്യാതെ. ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ ആൽഫ സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു സീറോ. അല്ലെ, നോൺ സീറോ ആയതുകൊണ്ടാണ് ഈ കണ്ടീഷൻ കിട്ടുന്നത്. ഇനി എൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? നൾ സ്പേസ്, അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എഫ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ചെയ്തത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് നമ്മളൊരു ആൽഫയെ കണ്ടെത്തി. എങ്ങനെയുള്ള ആൽഫയാണ്? എഫ് ആൽഫ നോട്ട് ഈക്വൽ ടു സീറോ ആവുന്ന ആൽഫയെ കണ്ടെത്തി. അതാണ് സ്റ്റെപ്പ് 1 ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ ഇതിന്റെ തൊട്ട് മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ബോക്സിലിട്ട് ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും നൾ സ്പേസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ വീലുള്ള ഏത് ബീറ്റയെയും നമുക്ക് ഗാമ പ്ലസ് സി ആൽഫ എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയണം. അവിടെ ഗാമ എന്ന് പറഞ്ഞാൽ എവിടെയുള്ള എലമെന്റ് ആയിരിക്കണം? നമ്മൾ ഏത് ആരെയാണ് ഹൈപ്പർ സ്പേസ് എന്ന് കാണിക്കാൻ പോകുന്നത്? ഇവിടെ എൻ എഫിനെയാണ് കാണിക്കാൻ പോകുന്നത്. സോ ഗാമ എൻ എഫിലുള്ളതായിരിക്കണം. ആൽഫ എന്ന് പറഞ്ഞാലോ എൻ എഫിന്റെ പുറത്തുള്ള ഒരാളും ആയിരിക്കണം. ഓക്കെ, സോ നമ്മൾ ഒരു ബീറ്റ എടുക്കുക. ഇനി ആൽഫ, ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ആൽഫ എടുക്കുക. നമ്മൾ ഇതാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ പ്ലസ് സി ആൽഫ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഗാമ എവിടെയാണ്? എൻ എഫിലാണ്. സി ഒരു സ്കെയിലറാണ്. ആൽഫ നമ്മൾ എൻ എഫിന്റെ പുറത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞു ആൽഫ എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു സീറോ. അതിന്റെ മീനിങ് എന്താ? ആൽഫ എൻ ആൽഫയുടെ പുറത്താണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സിയുടെ വാല്യൂ എഫ് ഓഫ് ബീറ്റ ബൈ എഫ് ഓഫ് ആൽഫ എന്നെടുക്കുക. എങ്ങനെയാണ് സിയുടെ വാല്യൂ കിട്ടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്തായിരുന്നു കാണിക്കേണ്ടത്? ബീറ്റ, ഏത് ബീറ്റ എടുക്കുകയാണെങ്കിലും ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ പ്ലസ് സി ഇൻറ്റു ആൽഫ. ഇതല്ലേ നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ സി എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ആൾ എൻ എഫിൽ വരുന്ന രീതിയിൽ ചൂസ് ചെയ്യണം. ഈ ആൾ എൻ എഫിൽ എപ്പോഴാണ് വരിക? എഫ് ഓഫ് ഗാമ സീറോ ആവുന്ന രീതിയിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം എഫ് ഓഫ് ഗാമ സീറോ ആണ്. അല്ലെങ്കിൽ ഗാമ എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ മൈനസ് സി ആൽഫ. എഫ് ഓഫ് ഗാമ എന്ന് പറഞ്ഞാലോ എഫ് ഓഫ് ഗാമ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ മൈനസ് സി സ്കെയിലർ അല്ലേ, അപ്പോൾ അത് പുറത്ത് എഴുതാം സി ഇൻറ്റു എഫ് ഓഫ് ആൽഫ. അപ്പോൾ എഫ് ഓഫ് ഗാമ സീറോ ആകണം അല്ലേ? എഫ് ഓഫ് ഗാമ സീറോ ആകണം എന്ന് പറഞ്ഞാൽ എന്ത് സീറോ ആകണം? നമ്മൾ ഇതിന്റെ ആർ എച്ച് എസ് സീറോ ആകണം. ഇതിന്റെ ആർ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ആർ എച്ച് എസ് എന്തായിരുന്നു? എഫ് ഓഫ് ബീറ്റ മൈനസ് സി ഇൻറ്റു എഫ് ഓഫ് ആൽഫ. എഫ് ഓഫ് ബീറ്റ മൈനസ് സി ഇൻറ്റു എഫ് ഓഫ് ആൽഫ. ഇത് സീറോ ആകണം എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് സീറോ ആണെങ്കിൽ എഫ് ഓഫ് ബീറ്റ സീക്വൽ ടു എന്താവണം? സി ഇൻറ്റു എഫ് ഓഫ് ആൽഫ. അപ്പോൾ സിയുടെ വാല്യൂ എന്താവണം? സി സീക്വൽ ടു എഫ് ഓഫ് ബീറ്റ ബൈ എഫ് ഓഫ് ആൽഫ ആകണം. ആ രീതിയിലാണ് നമ്മൾ സിയെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൽ, നമ്മൾ സ്റ്റെപ്പ് 3 നമ്മൾ സിയെ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഈ ഒരു വാല്യൂ മറന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. സി നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നത്? ആ ഗാമ എന്ന് പറയുന്ന ആൾ എൻ ഓഫ് എഫിൽ ഉണ്ടാകുന്ന രീതിയിൽ. അപ്പം എഫ് ഓഫ് ഗാമ സീറോ ആവണം. എഫ് ഓഫ് ഗാമ സീറോ ആവണം എന്നുള്ളത് നമ്മൾ എഫ് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പം സ്റ്റെപ്പ് 3 നിങ്ങൾ പറഞ്ഞാൽ മതി ലെറ്റ് സി സീക്വൽ ടു എഫ് ഓഫ് ബീറ്റ ബൈ എഫ് ഓഫ് ആൽഫ. എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു സീറോ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് ഇത് ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, കാരണം ഡിനോമിനേറ്റർ സീറോ ആകില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ എന്ത് കാണിക്കും? ഗാമ സീക്വൽ ടു നമ്മൾ ഈ ഇക്വേഷൻ നമുക്ക് കാണിക്കാനല്ലേ, അതിന് ഗാമയുടെ വാല്യൂ എഴുതാം. ഗാമ സീക്വൽ ടു ബീറ്റ മൈനസ് സി ആൽഫ അല്ലേ നമുക്ക് വേണ്ടത്. ബീറ്റ സീക്വൽ ടു ഗാമ പ്ലസ് സി ആൽഫ ആകണമെങ്കിൽ ഗാമ സീക്വൽ ടു ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ മൈനസ് സി ആൽഫ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ സിയുടെ വാല്യൂ ഗാമയുടെ വാല്യൂ നമ്മൾ ബീറ്റ മൈനസ് സി ആൽഫ എന്ന് എടുക്കുകയാണെങ്കിൽ ഗാമ എവിടെ ഉണ്ടാവും? എൻ ഓഫ് എഫിൽ ഉണ്ടാവും എന്നാണ് കാണിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഗാമ സീക്വൽ ടു ഈ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? എഫ് അപ്ലൈ ചെയ്യുക. എഫ് ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബീറ്റ മൈനസ് സി ഇൻറ്റു എഫ് ഓഫ് ആൽഫ. ഇവിടെ നിങ്ങൾ സിയുടെ വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അവിടെ സൈഡിൽ അത് എഴുതിയത് കാണാത്തതാണ്. എഫ് ഓഫ് ബീറ്റ മൈനസ് സിയുടെ വാല്യൂ എന്താണ്? എഫ് ഓഫ് ബീറ്റ ബൈ എഫ് ഓഫ് ആൽഫ ഇൻറ്റു എഫ് ഓഫ് ആൽഫ. എഫ് ഓഫ് ആൽഫ ആദ്യം ക്യാൻസൽ ആയി. എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ബീറ്റ ഈക്വൽ ടു സീറോ. അപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് ഗാമ ഈക്വൽ ടു സീറോ കിട്ടി. അപ്പോൾ ഗാമയുടെ വാല്യൂ എവിടെയാണുള്ളത്? എൻ ഓഫ് എഫിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഗാമ ഈക്വൽ ടു ബീറ്റ മൈനസ് സി ആൽഫ ഇസ് ഇൻ എൻ എഫ് എന്ന് പറയും. അത് നേരെ തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് പറയാം? ആ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ ഈക്വൽ ടു ഗാമ പ്ലസ് സി ആൽഫ. അവിടെ ഗാമ എലമെന്റ് ഓഫ് എൻ എഫ് ആണ്. സി എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലറാണ്. കാരണം എഫ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ആയിരിക്കും. ബൈ എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ സ്കെയിലറിനെ വേറെ സ്കെയിലർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്കെയിലർ ആയിരിക്കും കിട്ടും. സോ ആൽഫ എന്ന് പറയുകയാണെങ്കിൽ ഇനി എന്താണ് നമ്മൾ നേരത്തെ എടുത്താണ്. സോ ഏത് വീലുള്ള ഏത് ബീറ്റയും നമ്മൾ എന്ത് കാണിച്ചു? നമുക്ക് ഈ രീതിയിൽ എഴുതാം എന്നുള്ളത് കാണിച്ചു. അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ എൻ എഫ് എന്ന് പറയുന്നത്, ഇതിന്റെ മീനിങ് നമ്മളെ എൻ എഫ് എന്ന് പറയുന്നത് ഒരു മാക്സിമൽ സബ്സ്പേസ് ആണ്. എവറി ബീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് വിത്ത് ആൽഫ. ദെർഫോർ വി ഇസ് എ സബ്സ്പേസ് സ്പാൻഡ് ബൈ എൻ എഫ് ആൻഡ് ആൽഫ. ഈ സ്റ്റെപ്പ് 6 നിങ്ങൾ എഴുതേണ്ട. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ദെർഫോർ എൻ എഫ് ഇസ് എ ഹൈപ്പർ സ്പേസ്. സോ നമ്മുടെ എഫിന്റെ നൾ സ്പേസ് എൻ എഫ് ഒരു ഹൈപ്പർ സ്പേസ് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചത്. സോ ഇപ്പം ആ തിയറത്തിന്റെ ഒരു പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഈ നോട്ട്സ് ആയിട്ട് നിങ്ങൾ എഴുതുന്നത് ഇവിടെ സ്റ്റെപ്പ് 5 വരെയുള്ള കാര്യങ്ങളില്ലേ, അത് ഈ പിക്ചർ നോക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതിയാൽ മതി. ഇനി ഇതിന്റെ തിരിച്ചുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രൂവ് ചെയ്യാം.